ജമ്മു കാശ്മീരിലെ രജൌരിൽ ആറാഴ്ചക്കിടെ ഉണ്ടായ 16 പേരുടെ അസ്വാഭാവിക മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ന്യൂറോടോക്സിനുകളുടെ സാന്നിധ്യം മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, എന്താണ് സംഭവം? ഹാഷ്മി, ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിലെ ബുദൽ ഗ്രാമത്തിൽ ഉണ്ടായ അസ്വാഭാവിക മരണങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു മന്ത്രാലയ തല സമിതി, ഉന്നതതല സമിതി ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഈ സമിതി ഇന്ന് രജൌരിയിൽ എത്തും. വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിദഗ്ധർ അടങ്ങുന്നതാണ് ഈ സമിതി. ആരോഗ്യം, കുടുംബക്ഷേമം, കൃഷി, രാസവളം, ജലവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് എന്നീ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഘത്തിൽ ഉണ്ടാകും. രജൌരിയിലെ ഈ ബുദൽ ഗ്രാമത്തിൽ കഴിഞ്ഞ ഡിസംബർ 7 മുതൽ ജനുവരി 17 ഇടെ 16 പേരാണ് മരിച്ചത്. ഇവരുടെ മരണത്തിൽ പൊതുവായി കണ്ടെത്തിയ ഒരു സവിശേഷത എന്നുള്ളത് ഈ സാമ്പിൾ പരിശോധനയിൽ ന്യൂറോടോക്സിനുകൾ കണ്ടെത്തിയിരുന്നു ഇവരുടെ ശരീരത്തിൽ നിന്നും. അതേസമയം ഈ സാമ്പിളുകൾ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലേക്കും ഒപ്പം തന്നെ പൂനെയിലെ വൈറോളജി ലാബിലേക്കും അയച്ചിരുന്നു എങ്കിൽ പോലും അതിൽ യാതൊരു തരത്തിലുള്ള വൈറസുകളോ മറ്റൊന്നിൻ്റെയോ സാന്നിധ്യം കണ്ടെത്തിയില്ല. എന്നാൽ ന്യൂറോടോക്സിനുകളാണ് ഈ മരണത്തിന് കാരണം എന്ന നിഗമനത്തിലാണ്. എന്നാൽ എങ്ങനെയാണ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ള ആളുകളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ടോക്സിനുകൾ എത്തിയത് എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഉന്നതതല സമിതിയെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ചിരിക്കുന്നത്. സമിതി ഇവിടെ എത്തി ഏതിലൂടെയാണ്, ജലത്തിലൂടെയാണോ, ഭക്ഷണത്തിലൂടെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലാണോ ഈ ടോക്സിനുകൾ ഇവരുടെ ശരീരത്തിനകത്ത് കയറുന്നത് എന്നത് പരിശോധിക്കും. വിദഗ്ധമായി ഈ പ്രദേശത്തുള്ള ആളുകളുമായി സംസാരിക്കുകയും പ്രദേശത്തെ മറ്റ് ജല ഉറവിടങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധന നടത്തുകയും ചെയ്യും. തലച്ചോറിനെ ബാധിച്ച ശേഷം മരുന്ന്, യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു വിഷമാണ് ഇവരെ ബാധിച്ചതെന്നാണ് ഇവരെ വലിയ ദുരൂഹത അന്വേഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ.